തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ മലയാള സിനിമയിലെത്തിയ നടി മഞ്ജു പിള്ള ഇപ്പോൾ തന്റെ കരിയറിൽ ഏറ്റവും മനോഹരമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഹാസ്യനടി എന്ന ടാഗിൽ നിന്ന് മാറി എല്ലാത്തരം കഥാപാത്രങ്ങളും ചെയ്തു തുടങ്ങി. കുടുംബത്തിന് പ്രാധാന്യം നൽകി കരിയറിൽ നിന്നും അകലം പാലിച്ച് തന്നെ തിരികെ അഭിനയത്തിലേക്ക് വരാൻ പ്രേരിപ്പിച്ചത് മകളാണെന്ന് പറയുകയാണ് ഇപ്പോൾ നടി. സിനിമ ദ ക്യൂവിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം. എന്നെ സിനിമയിലേക്ക് രണ്ടാമത് വരുത്തിച്ചത് എൻ്റെ മകളാണ്. അമ്മ എന്തിനാ വീട്ടിൽ കുത്തിയിരിക്കുന്നത്, ഡു യു യുവർ ഓൺ ജോബ് എന്ന് പറഞ്ഞ മോളാണ്. എനിക്ക് മോട്ടിവേഷൻ അവളാണ്. ഇത്രയും നാൾ അമ്മ കുറേ സാക്രിഫൈസ് ചെയ്തു. വന്ന വർക്കുകൾ ഫാമിലിക്ക് വേണ്ടി വേണ്ടാന്ന് വെച്ചു. മോള് ഈ സമയത്ത് പഠിക്കുകയായിരുന്നു. അമ്മ അവൾക്ക് വേണ്ടി ഞാൻ കുറേ സിനിമകൾ വേണ്ടെന്ന് വെച്ചു. യാത്രകൾ പലതും വേണ്ടെന്ന് വെച്ചു. എൻ്റെ ലെഷൻ ടൈം കുറെ ഞാൻ വേണ്ടെന്ന് വെച്ചു. നന്നായി വായിക്കുന്ന ഒരാളാണ് ഞാൻ പണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ വായനാശീലം നിന്ന് മടിയായി തുടങ്ങി. പുസ്തകം മേടിക്കും, പക്ഷെ അത് മൂലയിലിരിക്കും. സത്യം പറഞ്ഞാൽ മടി പിടിച്ചു. പിന്നീട് അവൾ ഒരു 12ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ ഇത് അമ്മയുടെ ജോലിയാണ്. അമ്മ ഇത്രയും നാൾ എനിക്ക് വേണ്ടി നിന്നു. ഇനി ജോലി ചെയ്യാൻ പൊയ്ക്കോളൂ. ഞാൻ എൻ്റെ കാര്യം നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അതോടെയാണ് ഞാൻ സിനിമയിലേക്ക് തിരിച്ചു വന്നതെന്ന് മഞ്ജു പിള്ള പറയുന്നു. 40 പിന്നിട്ട ശേഷമുള്ള തൻ്റെ ജീവിതത്തെക്കുറിച്ച് നടി മനസ്സ് തുറന്നു. 40 കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ജീവിച്ചു തുടങ്ങിയതെന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതുവരെയുള്ള 95% ജീവിതവും സ്ത്രീകൾ ഫാമിലിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടാകാം. കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രയോറിറ്റി കൊടുത്ത ശേഷമാണ് നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നത്, അത് വേണ്ടാന്ന് തോന്നുന്നത്. 40 വയസ്സ് പിന്നിട്ട ശേഷമാണ് ഞാൻ യാത്രകൾ ചെയ്യാൻ തുടങ്ങിയത്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും സിനിമയ്ക്ക് പോകാനും എനിക്കിഷ്ടമാണ്. ഞാനത് എൻജോയ് ചെയ്യും. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കും. അമ്മമാർ പൊതുവെ ചെയ്യാറുള്ള ഭക്ഷണം കഴിക്കാതെ ആദ്യം ഭർത്താവിനും മക്കൾക്കും മറ്റും കുടുംബാംഗങ്ങൾക്കും കൊടുക്കും. അവസാനമെന്നും അമ്മമാർ കഴിക്കൂ. എത്ര വിശന്നാലും കഴിക്കാതെ മറ്റും അംഗങ്ങൾ എല്ലാം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കും. പണ്ടത്തെ അമ്മമാർ ഈ രീതിയിൽ ജീവിച്ചിരിക്കുന്നവരാണ്. ഇപ്പോഴത്തെ അമ്മമാർ പലരും അങ്ങനെയാണ്. അങ്ങനെ സ്ത്രീകൾ സാക്രിഫൈസ് ചെയ്ത് എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. വിശന്നാൽ കഴിക്കുക. കാരണം വിശപ്പ് എല്ലാത്തിനെയും ഒരുപോലെയാണ്. മറ്റുള്ള കുടുംബാംഗങ്ങൾക്ക് വരുമ്പോൾ അവർക്ക് വിളമ്പി കൊടുക്കാൻ മതിയല്ലോ. നമുക്ക് കുറച്ച് പ്രാധാന്യം കൊടുക്കുക. വിശക്കാതിരിക്കുക. നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കുക.